സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ ബി.ജെ.പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ്, മെമ്പർഷിപ്പ് ചേർക്കൽ, തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവയാണ് മുഖ്യ അജണ്ട എന്നറിയുന്നു. കെ സുരേന്ദ്രനും ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ ശക്തമായ ആക്രമണം നടത്താനാണ് എതിർചേരിയുടെ നീക്കം. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ബി.ജെ.പി നേതൃത്വം കെ സുരേന്ദ്രന് സംരക്ഷണം നൽകുന്നു എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ആളെ മാറ്റാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ എതിർചേരിക്ക് എത്രമാത്രം ആഞ്ഞടിക്കാൻ കഴിയുമെന്ന്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇന്ന് രാവിലെ 10 മണിക്കാണ് BJP കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. എറണാകുളം ട്രാവൻകൂർ കോർട്ട് എന്ന ഹോട്ടലിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, അതിൽ ചേലക്കരയിലും വയനാട്ടിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസം BJP നേതൃത്വത്തിനുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ദയനീയമായ തോൽവിയാണ് പാലക്കാട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ തോൽവി ഉണ്ടാക്കുന്ന ആഘാതം, അത് സംഘടനാ തലത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ആഘാതം ഒട്ടും ചെറുതല്ല. അത് കെ സുരേന്ദ്രനെ ലക്ഷ്യമാക്കിയാണ് വലിയ നീക്കങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചതടക്കമുള്ള നാടകീയ സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2 തരത്തിലാണ്. അതായത് കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറുമാണ് ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നാണ് ഈ കെ സുരേന്ദ്രൻ വിരുദ്ധ ചേരിയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റണം, അതായത് കെ സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം അതിശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് എതിർചേരിയുടെ ശ്രമം. അത് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം നേരത്തെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ഈ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരുമാണ് ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നുള്ളതാണ്. അത് പക്ഷേ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഏത് സമയത്തും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില കൗൺസിലർമാർ അടക്കം പാലക്കാട് നഗരസഭയിൽ ഉണ്ട്. അവർ മാറിയേക്കാം എന്നുള്ള ഭീതി ഈ BJPയിലെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം, എങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ സാഹചര്യത്തെ മറികടക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആലോചന. എന്തായാലും കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗമായതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും ശക്തമായി തങ്ങളുടെ വാദമുഖങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. SKN. ഓക്കെ, താങ്ക് യു തനേഷ് തമ്പി.